നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തെ പടിപടിയായി മാറ്റുന്നതിനും ആത്മീയമായി ഉയർത്തുന്നതിനും ഭഗവാൻ നൽകുന്ന സന്ദേശങ്ങൾ. എല്ലാവർക്കും അറിയാം, 2 കാർഡാണ് എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താണ് ഈ കാർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് ഒന്ന് ആദ്യം നോക്കുക. ആദ്യത്തെ ഒരു കാർഡ് ഭഗവാൻ നമോ നാരായണായ. റെസ്പെക്റ്റ് ആണ് ആദ്യത്തെ. രണ്ടാമത്തെ കാർഡ് ചേഞ്ച് ഓഫ് പ്ലേസ്. ഷോ റെസ്പെക്ട് ഫോർ യുവർ ടീച്ചേഴ്സ് ഓർ ഹൂവർ മെൻറ്റേഴ്സ് യു. കണ്ടിന്യൂ ദി ജേർണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ്. എംബ്രേസ് ദ ചേഞ്ചസ്, എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ്. ആദ്യം റെസ്പെക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മളെ ഉയർത്താൻ സഹായിക്കുന്നവരെ ആത്മീയമായിട്ട്, അതായത് ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ ഒരു ലെവലിനെ ഉയർത്തുകയാണ്. അല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കുക, നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി ഉയർത്താൻ സഹായിക്കുന്നവരെ, നമ്മളെ മറ്റുള്ളവർക്ക് മുന്നിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഉയർത്താൻ സഹായിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക പ്രത്യേകമായിട്ട് എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് വന്ദിക്കുക ഏതൊരു കാര്യത്തിലും. എന്നിട്ട് ചേഞ്ച് ഓഫ് പ്ലേസ്, കണ്ടിന്യൂ ദി ജേർണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു യാത്ര, ജീവിതത്തിൻ്റെ യാത്ര എങ്ങനെയാണോ അത് നമ്മളെല്ലാത്തിനും ഫേസ് ചെയ്യുക എന്നാണ് ചുരുക്കത്തിൽ. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ വന്നാലും, നന്മ വന്നാലും നല്ലത് വന്നാലും, അല്ല എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യുക. കണ്ടിന്യൂ ദ ജേർണി ഓഫ് ലൈഫ് ആസ് ഇറ്റ് കംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണോ അത് വരുന്നത് അതുപോലെ നമ്മൾ അതിനെ സ്വീകരിക്കുക. അത് നമ്മളതിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതായത് ഇപ്പോൾ ചേഞ്ച്, എസ്പെഷ്യലി ചേഞ്ച് ഓഫ് പ്ലേസ് എന്ന് പറയും. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു സ്ഥലം മാറ്റം വന്നു, സ്ഥലം മാറേണ്ടി വന്നു, അല്ലെങ്കിൽ ജോലി മാറേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു വീട് തന്നെ മാറേണ്ടി വന്നു. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു റൂട്ടീനാണ്, നമ്മുടെ ഒരു പാഠങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്, നമ്മളെ കൂടുതൽ ആത്മീയമായി ശക്തിപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ആ ശക്തിയെ ഉയർത്താനാണ് ഇതുപോലെ പ്രശ്നങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ശക്തി കൂടും നമ്മളെങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ. നമ്മുടെ ഗുരുകാരണവന്മാരെ, നമുക്ക് വിദ്യകൾ പകർന്നു തന്നവരെ, നമുക്ക് വഴി തുറന്നു തന്നവരെ, വഴി കാണിച്ചു തന്നവരെ, അവരൊക്കെ മനസ്സുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിൽ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും എന്നുള്ളത് കൂടി പറയുകയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയണം, നമുക്കുള്ള സൂചന എന്താണ് ചുരുക്കത്തിൽ, ഗുരുകാരണവന്മാരെ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, ഇടതും വലതും നോക്കണ്ട, നമ്മൾ നേരെ യാത്ര ലക്ഷ്യത്തിലേക്ക്. അതിന് നമുക്ക് ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം കൂടി വേണം എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.